അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം ആകർഷണ വശ്യം എന്നുള്ളത് എന്താണ്, അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ആകർഷണവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടായിട്ടും നമ്മളിലേക്ക് ആരും ആകർഷിച്ചു വരുന്നില്ല. നമ്മൾ പുതിയ ബന്ധങ്ങളോ സ്നേഹങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അത് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് വശ്യത്തിൻ്റെ രൂപത്തിൽ ആകർഷണങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഈ ആകർഷണ വശ്യം എന്ന് പറയുന്നത്. ഈ ആകർഷണ വശ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കാതെ കിടന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു പങ്കാളിയെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ ലഭിക്കാത്ത സാഹചര്യത്തിൽ നമ്മളിലേക്ക് ആരെങ്കിലും ആകർഷിച്ചു ഒരു അനുഭവം ഉണ്ടാവും. ഇത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രയോജനം ചെയ്യില്ല. കാരണം അവരിലെ ആകർഷണം നഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ബന്ധവും നഷ്ടപ്പെട്ടു പോയത്. പുതുതായി ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവാണ് പ്രധാനമായിട്ടും വേണ്ടത്. 5 ഗ്രാമോളം ഒറിജിനൽ കുങ്കുമപ്പൂ വേണം. പിന്നെ ഇതിൽ അത്താരിദ് റൂമി എന്ന് പറയുന്ന അറബി ദ്രവ്യവും ഫലക്ക് നൂറാനി എന്ന് പറയുന്ന അറബി ദ്രവ്യം 100 ഗ്രാം വെച്ച് അതും ആവശ്യമുണ്ട്. ഈ കുങ്കുമപ്പൂ 7 വട്ടം നിങ്ങൾ ഒഴിഞ്ഞതിന് ശേഷം ഈ അത്താരിദ് റൂമിയിലും ഫലക്ക് നൂറാനിയിലും ഇത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒഴുകുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ചവിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് ഇത് ഒഴുക്കിക്കളയോ അല്ലെങ്കിൽ കാണാതെ എവിടെയെങ്കിലും ലയിപ്പിച്ച് കളയോ ആണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ബാധിച്ചു കിടക്കുന്ന ആ ഒരു ആകർഷണമില്ലായ്മയെ ഒഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക്, അപ്പോൾ ആ ഒഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്ത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ നമ്മൾ അപ്പോൾ തന്നെ ഒരു ഉന്മേഷം നമ്മളിൽ ഉണ്ടാവും. ഇതിനോടുകൂടി കൂട്ടിച്ചേർത്തിട്ട് അത്താരിദ് റൂമി ഫലക്ക് നൂറാനിയും കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടേണ്ടത്. ഇതിനുശേഷം നമ്മൾ പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്കതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ യഥാർത്ഥമായ ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ അതിൻ്റെ മറുപടി കിട്ടും. നന്ദി, നമസ്കാരം.